നമുക്ക് മറ്റൊരു ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ അർജുൻ ദുരന്തത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മനാഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാർഗ്ഗമാണ് ഈ ആടും ഇതൊക്കെ. ഒരു പെട്ടെന്ന് ആടിനൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആട്. ഇത് ആടിന് ഇലയായിട്ട് വന്നതാണോ? അതെ, രാവിലെ മുതൽ ഈ ആടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മള് മനുഷ്യനെ മൃഗങ്ങൾക്കും കൊടുക്കണമല്ലോ. ഏതായാലും അതിന് തീറ്റ കൊടുക്കുകയാണ്. അക്ഷയ, ഞാൻ സൂചിപ്പിച്ചല്ലോ മനാഫ് എത്തിയിട്ടുണ്ട്. മനാഫിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നറിയുന്നു, മലയാളികൾക്ക് അറിയാവുന്നതാണ്. മനാഫ് ഈ പ്രദേശം അടുത്ത് തന്നെ ആണ്. അങ്ങേരുടെ മറ്റെന്തെങ്കിലും സഹായം ചെയ്യുമോ അവർക്ക്, അതോ ആടിന് ഇല കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാണോ അവിടെ? പ്രാഥമികമായും ആടിന് ഇലയുമായി എത്തിയിട്ടുള്ളത്. മണിക്കൂറുകളായി ആട് ഈ മനുഷ്യർക്കൊപ്പം തന്നെ വിശന്നിരിക്കുകയാണ്. ആടുകൾ വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഇല, പ്ലാവിൻ്റെ ഇല കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൊടുക്കുകയാണ്. നമുക്ക് മനാഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടാം. ഒരുപക്ഷെ മനാഫ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവരും നൗഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടാകുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ ആടിന് പ്ലാവില നൽകിക്കൊണ്ടിരിക്കുന്നു. ആട് അത് കഴിക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മനാഫിനെ പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാകും. മനാഫ് അർജുൻ കേസിൽ, അർജുൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മനാഫിനെ നമ്മൾ ഒക്കെ അറിയുന്നത്. അതിനുശേഷം മനാഫിനെ നമ്മൾ കാണുകയാണ്. അവിടെ മനാഫ് പറയുന്നത് ആട് കുറേ നേരമായി വിശന്നിരിക്കുകയല്ലേ, ആടിന് പ്ലാവിലയുമായി എത്തിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉമ്മയുമായിട്ട് മനാഫ് സംസാരിക്കുന്നു. മനാഫിന്റെ പ്രതികരണത്തിലേക്ക്. ഇവർക്കൊരു നീതി ലഭിക്കേണ്ടതുണ്ട്. ഇവർക്ക് ആരും സഹായത്തിനില്ല. അത് പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഒരു ഗതിയില്ലാതൊരു അമ്മയ്ക്കും മകനും ഒരു കളക്ടറേറ്റിന് മുമ്പിൽ ഇങ്ങനെ രാത്രിയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഭയങ്കര ദയനീയ, മനസ്സിന് ആകെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ട് മകളെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് ഈ നമ്മളെ സമൂഹത്തിൽ ഉള്ള ഇങ്ങനത്തെ ഓരോ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കും വേണം, ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരും വേണം. അതുപോലെ തന്നെ ഒരു 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 വലിയൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അമ്മനെ കാണുമ്പോൾ നമ്മളെ മനസ്സ് പെടയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരവസ്ഥ വരാൻ പാടില്ല. ഇവർക്ക് താങ്ങും തണലായിട്ട് വേറെ ആരുമില്ല. മകനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രയാസമൊക്കെ ഉള്ള അസുഖമുള്ള ഒരു സാങ്കേതികത്വം പറയുകയാണ്. ഇവർക്ക് ഈ പെട്ടെന്ന് കയറാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. രണ്ടുപേർക്കും കൂടെ ഈ മൃഗങ്ങൾക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഈ വാടകയ്ക്ക് ഒരു വീട് അന്വേഷിച്ച് പോയ സമയത്ത് പൊതുവെ അറിയാലോ, വാടകയ്ക്ക് ഒരു വീട്ടിന് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ അലോ ചെയ്യൂല. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതമാർഗ്ഗമാണ് ഇത്രയും ആടുകൾ. കളക്ടർ കീഴിൽ ADM ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. ശരി ഷഹീദ്, ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും മനാഫ് അവിടെ എത്തിയത് അവിടെ ആടിന് ഇല കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആടൊക്കെ ആയിട്ടാണ് ഉമ്മ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പറഞ്ഞതുപോലെ തന്നെ അവരുടെ നിത്യോപന ജീവിതത്തിന് വേണ്ടിയിട്ട് ആടിനൊക്കെ വളർത്തി അതിൽ നിന്നാണ് അവർ പൈസ കണ്ടെത്തുന്നത്. പക്ഷെ വളരെ ദാരുണമായിട്ടുള്ള, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഒരിക്കൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചകളൊന്നും ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്.